വഖഫ് എന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ വിശ്വാസപരമായ ആവശ്യമാണ്. ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് വഖഫ് ബില്ല് ചർച്ച ചെയ്യാനിരിക്കെ കേരളത്തിലെ എം പിമാർ എന്ത് നിലപാടെടുക്കുന്നുള്ളത് നിർണായകമാണ്. KCBCയും ദീപിക ദിനപത്രവും അടക്കം പറയുന്നുണ്ട് മുഴുവൻ എം പിമാരും വഖഫ് നിയമ ഭേദഗതിക്കൊപ്പം നിൽക്കണമെന്ന്. സംഭവിക്കുമോ? ഇല്ല. ഒരു എം പി നിൽക്കും, സുരേഷ് ഗോപി. ബാക്കി എം പിമാരെല്ലാം വഖഫ് ബില്ലിനെ എതിർക്കും. ടു ഹെൽ വിത്ത് കേരള ക്രിസ്ത്യൻസ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്താ വിചാരിച്ചേ? അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നോ? ഇല്ല, അവരുടെ സ്വാധീനം പോയി. അവരുടെ വിചാരം UDF അവർ വോട്ട് ചെയ്യുന്നതുകൊണ്ട് UDF അവരുടെ കൂടെ നിൽക്കുന്നു. ഇല്ല, UDF മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല, സുരേഷ് ഗോപി ഒഴിച്ച് കേരളത്തിൽ നിന്നുള്ള ഓരോറ്റ ലോക്സഭാ MP യോ രാജ്യസഭാ MP യോ വഖഫ് ബില്ലിനെ അനുകൂലിക്കാൻ പോകുന്നില്ല. വോട്ട് പോകുന്നല്ലേ പറയുന്നത്? വോട്ട് പോയാലും ശരി, ആകാശം വിളിഞ്ഞു വീണാലും ശരി, മുസ്ലിങ്ങളെ വിട്ട് കളിക്കാനും ഇവിടെ ആളെ കിട്ടില്ല. ദാറ്റ് ഈസ് ദ ഇലക്ട്രൽ പവർ ഓഫ് മുസ്ലിംസ് ഇൻ കേരള. 2017 താജ് പോകാൻ പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും ക്രിസ്ത്യാനികൾക്ക്? ഒരു 3-4 പഞ്ചായത്തിൽ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി മറിക്കാൻ പറ്റും. ഇത്രയല്ലേ പറ്റുള്ളൂ. അതിൽ തന്നെ ഇയാൾ മാണി ആരുടെ കൂടെയാണ്? മാണി ഗ്രൂപ്പ് LDFൻ്റെ കൂടെ അല്ലേ? ഇവിടെ നിന്ന് മറിഞ്ഞാൽ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് മറിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. ഇതല്ലേ ഉള്ളൂ. LDF എന്ന് മറിച്ച് UDF കൊടുക്കും, അല്ലെ UDF എന്ന് മറിച്ച് LDF കൊടുക്കും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹൈബി ഇടുന്നതിന് ഞൊട്ടും. ഹൈബി ഇടിൻ്റെ അവിടെ പോസ്റ്റർ ഒട്ടിച്ചു, കാര്യമൊക്കെ ശരി. ഹൈബി ഇടിനെ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നു. നിങ്ങൾ ജയിപ്പിക്കാൻ പോകുന്ന ആരെയാണ്? LDFിലെ ഒരു ലത്തീൻ കത്തോലിക്കനെ ഇല്ലേ? അവർ വഖഫ് ബില്ലിന് അനുകൂലിക്കുന്നവരാണോ? അല്ല. അപ്പോൾ ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലാക്കി മാറ്റുന്ന എന്ത് പ്രയോജനം? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ പറയട്ടെ, ഈ ക്രിസ്ത്യാനിറ്റി അവരുടെ ക്രെഡിബിലിറ്റി കളഞ്ഞ് അവർക്കൊരു ലീഡർഷിപ്പില്ലാതെ നാശപൂശമായിട്ട് നാളെ എത്രയായെന്ന വിചാരം. BJPയെ എതിർക്കുക, ഹിന്ദുക്കളെ എതിർക്കുക, ഈ ഒരു അജണ്ടയിൽ കിടന്ന് കഷ്ടപ്പെട്ട് എത്ര വർഷമായെന്ന വിചാരം. അതൊക്കെ ഈ അവരുടെ കൂട്ടത്തിൽ വിവരമുള്ളവർ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. മാർ വർക്കി വിധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. ആത്മകഥയല്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്കുത്തരമായിട്ട് തൻ്റെ ജീവിതം പറയുന്ന സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. വാസ്തവത്തിൽ ആത്മകഥയാണത്, പക്ഷേ ചോദ്യോത്തര രൂപത്തിലാണ്. അതിൽ അദ്ദേഹത്തോട് അന്ന് ചോദിക്കുന്നുണ്ട്, വാജ്പേയി സർക്കാർ പോലും അധികാരത്തിൽ വരുന്നതിന് മുമ്പാണിത്, 90s-ലാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളുടെ കാര്യം എന്താവും? ഇതാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. BJP അധികാരത്തിൽ വന്നാൽ അവർ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും. അതിൽ നമ്മളിപ്പോൾ ഇത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് ചെയ്യുന്നുമില്ല. ഇതായിരുന്നു വർക്കി വിധേയത്തിൻ്റെ ആ പുസ്തകത്തിൽ സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ടിൽ പറഞ്ഞത്. അതുകൂടാതെ വർക്കി വിധേയത്തിലൊരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു, 2050 ആകുമ്പോൾ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും. എല്ലാവരും കൂടെ ബഹളമൊക്കെ വെച്ചു. നമ്മുടെ ഫാദർ പോൾ തേലക്കാട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായിരുന്നു വർക്കി വിധേയത്തിൽ. ഇവരൊക്കെ വല്ലാതെ ക്ഷോഭിച്ചു. വർക്കി വിധേയത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മാറ്റിയുമില്ല. പക്ഷേ ആ പ്രസ്താവന ആവർത്തിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാർ വർക്കി വിധേയത്തിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞ ആരെങ്കിലും മാന്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. വീണ്ടും ഈ നാടൻ തർക്കത്തിലുണ്ടല്ലോ, നീ എന്നെ ഇങ്ങനെ വിളിച്ചുവല്ലേ, ഒന്നുകൂടെ വിളിക്കാമോ നിനക്ക് എന്ന് ചോദിക്കുമല്ലോ. പുള്ളി പറഞ്ഞു, അങ്ങനെ പറയുമ്പോൾ പ്രകോപിതനാകുന്ന ആളല്ലേ ഞാൻ, ഒന്നുകൂടെ പറയാമോ എന്നൊക്കെ ചോദിക്കും. ഒന്നും ആവശ്യമില്ല പിള്ളേർ. ഈ രണ്ട് കാര്യങ്ങൾ വർക്കി വിധത്തിൽ പറഞ്ഞതാണ്. ഇറ്റ് വാസ് ഇൻ 90s. ബട്ട് ഡിഡ് സമ്മൺ ലേൺ? ഒന്നുമില്ല, അവരൊന്നും പഠിച്ചില്ല.
അവരുടെ കൂടെ തന്നെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു ചർച്ചയിൽ ഞാൻ സിനിജിയോട് പറഞ്ഞു, ഈ കൈവെട്ടപ്പെട്ട അധ്യാപകനെ പിരിച്ചു വിട്ടതാരാണ്? കത്തോലിക്ക സഭയിൽ ചെയ്യാമായിരുന്നു അത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. അത് ചെയ്തു അവർ. ആരുടെ ആവശ്യപ്രകാരം? മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരം. മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടപടിയെടുത്തു, അദ്ദേഹം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈവെട്ടി. നിങ്ങളെന്ത് നടപടിയെടുത്തു? ഇതായിരുന്നു ചോദ്യം. ഇതായിരുന്നു ചോദ്യം. അല്ല, അപ്പം ഞങ്ങളെന്ത് നടപടി എടുക്കാനാ? മനുഷ്യൻ ആശുപത്രി കിടക്കുന്നു. അയാളെ പിരിച്ചുവിടുന്നു സർവീസിൽ നിന്ന്. അയാളെ പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെയാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു. അയാളെ പിരിച്ചുവിട്ട് ക്രൈസ്തവ സഭ മുസ്ലിം തീവ്രവാദികളുടെ കൂടെയാണെന്ന് തെളിയിച്ചു കൊടുത്തു. ഇൻ 2011 അല്ലേ, 2011. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു, ഈ വലിയ ഈ ഭസ്മാസുരനാണ് ഈ വരം കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഭസ്മാസുരൻ വളരെ വലുതായി. കേരളത്തിൽ സംഭവിക്കുന്ന 2011 സെൻസസ് അനുസരിച്ച് മുസ്ലിങ്ങൾ 27%. 2011 ഇപ്പോൾ 25%. ഈ 27% എന്നുള്ളത് കുറഞ്ഞ ഒരു 32% ആവില്ലേ? അതെ, 30% മുസ്ലിങ്ങളുടെ ക്രിട്ടിക്കൽ മാസ്. അതായത് PW റിസർച്ച് അനുസരിച്ച് അവർ പറഞ്ഞു 16% വരെ ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ഒരു 16% വരെ മുസ്ലിങ്ങൾ വളരെ അച്ചടക്കവും സംഗതിയും ദേശഭക്തിയും ഒക്കെ ആയിരിക്കും. 16 കഴിഞ്ഞാൽ മെല്ലെ ഈ പ്രശ്നം തുടങ്ങും. ന്യൂനപക്ഷ ഇത് വേണം, അവകാശങ്ങൾ വേണം, അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞു. 30-ലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ക്രിട്ടിക്കൽ മാസ്, നോ ഗോയിങ് ബാക്ക്. ദേ വിൽ ഇൻസിസ്റ്റ് ഫോർ ഷരിയ, നത്തിങ് എൽസ്. ദേ വിൽ നോട്ട് കോംപ്രമൈസ്. ഇപ്പോൾ ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നില്ലേ, സത്യമാണത്. അവർക്കറിയാം ഈ വഖഫ് ഭേദഗതി വരുന്നത് അവരുടെ അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഭൂമി അവരുടെയാണെന്ന് പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത സിനിജിയുടെ ആയിട്ട് മാറുന്ന ഈ അപ്പർ ഹാൻഡ്, അത് വിട്ടുതരാൻ അവരാഗ്രഹിക്കുന്നില്ല. ശരിയ നിയമം ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് 1995 വഖഫ് ആക്ട്. അത് അതുപോലെ റിപ്പീൽ ചെയ്ത് കളയേണ്ടതാണ്. ബട്ട് മോദി അത് ചെയ്യുന്നില്ല. മോദി ഒരു ചെറിയ ചാട്ടം ചാടാൻ നോക്കി, അതുപോലും പറ്റിയില്ല. ഒരു 2 ചുവട് മുന്നോട്ട് വയ്ക്കാനേ പറ്റുള്ളൂ. ഈ 14 ഭേദഗതികൾ മോദിയുടെ കൂട്ടത്തിലുള്ളവരുടെ TDPയുടെയും JDUവിൻ്റെയാണ് 14 ഭേദഗതികൾ. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? കൂടെയുള്ളവൻ്റെ അല്ലേ. അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ചാട്ടം എന്നുള്ളത് മാറി 2 സ്റ്റെപ്പായിട്ട് കുറഞ്ഞു. ബട്ട് സ്റ്റിൽ അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഈ അവസ്ഥയിൽ പോലും മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, എന്നാൽ പോലും ധൈര്യമായിട്ട് കൂടെയുള്ളവരെയും കൺവിൻസ് ചെയ്തിട്ട് ഈ സാധനം കൊണ്ടുവരാൻ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നമ്മൾ സല്യൂട്ട് ചെയ്യണം. ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ല. അപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയില്ലെങ്കിലും ഈ ബില്ല് പാസ്സാവും. ഈ പിന്നെ എന്തിനാണ് ഈ 22 MLA-മാർ അതിനെ എതിർക്കാൻ പോകുന്നത്? കേരളത്തിൽ പിന്നെ വന്ന് വോട്ട് ചോദിച്ച് വരാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പാർലമെൻറ്റിൽ ഒരുപക്ഷെ അത് ബില്ല് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് കാണും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവർ വാക്കൗട്ട് ചെയ്യും, എം പിമാർ. അല്ലാതെ വോട്ടെടുപ്പിന് അവർ നിൽക്കില്ല. വോട്ടെടുപ്പിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശതമാനം കോൺഗ്രസ്സിലെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാർ കുറവാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ പ്രശ്നമുണ്ട്. അന്യായമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, മുനമ്പത്തുള്ളവരും മനുഷ്യരാണ്, ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. എങ്ങാനും ക്രോസ് വോട്ട് ചെയ്തു എന്ന് വെച്ചോ പ്രശ്നമാകും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക, ഇറങ്ങിപ്പോവുക. ബഹളം ഉണ്ടാക്കും, അന്യായ ബഹളം ഉണ്ടാക്കും, എന്നിട്ട് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ സ്പീക്കർ പുറത്താക്കും. ഉടനെ പുറത്താക്കിയതിനെതിരെ സമരം. അങ്ങനെ ചെയ്യുക. അല്ലാതെ വോട്ടെടുക്കാനായിട്ട് അവർ പോകില്ല. ഇറ്റ് ഇസ് എ ബിഗ് റിസ്ക്. ചെറിയ പാർട്ടികളാരെങ്കിലും കൂറുമാറി അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേടല്ലേ ഇന്ത്യ മുന്നണിക്ക്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സമ്പൂർണ്ണ വാക്കൗട്ട്. പക്ഷേ കത്തോലിക്ക സഭ കടുത്ത ഭാഷയിൽ പറയുകയാണ്, ഇനി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കും. MP-മാരെ പേടിക്കത്തില്ലേ? അതെ, ആ ഒരു പേടി ഇപ്പോൾ അവർക്കില്ല. കാരണം കത്തോലിക്ക സഭ പഴയ പോലെ ഒരു മൊണോലിത്തല്ല, അത് പൊളിഞ്ഞു കഴിഞ്ഞു. കത്തോലിക്ക സഭയിൽ തന്നെ ഇതിൽ പിളർപ്പുണ്ട്. ഫാദർ പോൾ തേലക്കാട്ടിനെ വിളിച്ചു നോക്ക്, പുള്ളി പറയും
മുസ്ലിങ്ങൾ എന്ത് പറയുന്നു അതിന് താഴെ ഒപ്പിട്ട് കൊടുക്കുക, യേശു ക്രിസ്തു എന്ന് പറയും. അടിമപ്പണി ചെയ്യുന്ന കത്തനാരുമാരെ എത്രയുണ്ടെന്നറിയാമോ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക്? എനിക്ക് നേരിട്ട അനുഭവം ഉള്ളതുകൊണ്ട്, അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവർക്ക് ഒരു മനസാക്ഷിയുമില്ലാതെ ഇസ്ലാമിന് കീഴടങ്ങാൻ തയ്യാറുള്ളവർ, ഒരു മനസാക്ഷിയുമില്ലാതെ സ്വന്തം സമൂഹത്തെ കുരുതി കൊടുക്കാൻ തയ്യാറുള്ളവർ, യേശുക്രിസ്തുവിൻ്റെ പേരിൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവർ. ഇവർക്കൊക്കെ എന്താവും ശിക്ഷ അന്ത്യനാളിലെന്ന് എനിക്കറിയില്ല. ഇത് ചെയ്യും. ആ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്ന കാലത്താണ് ഇവർ വിമോചന സമരം നടത്തിയത്. വിമോചന സമരത്തിൽ ആദ്യം സഭ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ NSS ഇറങ്ങിയില്ല, മന്നത്ത് ഇറങ്ങിയില്ല. മന്നം കൂടെ വരാതെ ഈ സാധനത്തിന് ക്ലച്ച് പിടിക്കുകയില്ല. മന്നത്തെ കൂടെ കൊണ്ടുവരാനായിട്ട് അന്ന് പാലാ ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിനോട് മന്നത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സെബാസ്റ്റ്യൻ വയലിൽ ബിഷപ്പല്ലേ, ബിഷപ്പ് ഒരാളെ പോയി കാണുന്നത് എങ്ങനെയാണ്? മന്നമല്ലേ, മന്നം അങ്ങോട്ട് പോയി ഒരാളെ കാണുന്നത് എങ്ങനെയാണ്? സാധ്യമല്ല. ഒടുവിൽ മധ്യസ്ഥന്മാർ ചെയ്തത്, വയലിൽ പിതാവിന് സുഖമില്ല, പാലാ ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിൽ അദ്ദേഹത്തിന് സുഖമില്ല. അദ്ദേഹത്തെ സന്ദർശിക്കാൻ മന്നം വരുന്നു. സുഖമില്ലാത്ത ആളിനെ കാണാൻ വരാൻ. സുഖമില്ലാഞ്ഞിട്ട് പോലും വയലിൽ പിതാവ് ഇറങ്ങി ഗേറ്റിൽ വന്ന് മന്നത്തെ സ്വീകരിക്കുന്നു. സുഖമില്ല പുള്ളിക്ക്, ബട്ട് മന്നത്തോടുള്ള ആദരവ് കൊണ്ട് ഗേറ്റ് വരെ വിഷമിച്ച് വന്ന് സ്വീകരിക്കും. അങ്ങനെ രണ്ടുപേരുടെയും ഈഗോ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ചു. ഇതൊക്കെ ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരുണ്ട് ക്രൈസ്തവ സഭയിൽ? KCBCയുടെ പ്രമേയം വന്നു കഴിഞ്ഞാൽ അതിന് പുറകിൽ TV ചർച്ചയിൽ വന്നിട്ട് ഈ തേലക്കടം തന്നെ അതിനിപ്പോൾ ആലോചിക്കും. അതെ, സിനഡ് തീരുമാനങ്ങളെ പരസ്യമായിട്ട് തള്ളിപ്പറയും. യു ലോസ്റ്റ് ഓൾ ഡിസിപ്ലിൻ. കത്തോലിക്ക സഭയുടെ അധപ്പതനം, ഓർത്തഡോക്സ് സഭയുടെ അധപ്പതനം, ഇവരുടെ യാക്കോബൈറ്റ് സഭയുടെ അധപ്പതനം, മാർത്തോമ സഭയിലെ പ്രശ്നങ്ങൾ, അവർ പൊതുവെ പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. ബട്ട് ദേ ഓൾസോ ഹാവ് പ്രോബ്ലം. സോ ഇവരെല്ലാം ഒരുമിച്ച് മുനമ്പത്തെ 100 കുടുംബങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നാണ്? ഐ ഡോണ്ട് തിങ്ക് സോ. ദേ വിൽ നോട്ട്. ബട്ട് മുസ്ലിങ്ങൾ നിൽക്കും. സംശുദ്ധമായ അന്യായമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ നിൽക്കും. ചുരുക്കം പറഞ്ഞാൽ 20 MPമാരും കാലുവാരും പക്ഷേ ബില്ല് പാസ്സാകും, അങ്ങനെയാണ്? അതെ, ബില്ല് പാസ്സാകും. ബില്ല് പാസ്സാക്കാനുള്ള എല്ലാ കാര്യവും കെട്ടിയിട്ടാണ് മോദി ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ബില്ല് പാസ്സാകും. ബട്ട് ഇവർ എതിരായിട്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ ഇറങ്ങിപ്പോവുകയായിരിക്കും ചെയ്യുന്നത്. എതിരായിട്ട് വോട്ട് ചെയ്യാൻ പോലത്തെ റിസ്ക് ഇതാണ്. ഇപ്പോൾ ഒരു MP ഈ മഹാഭാഗത്തിന് കൂട്ടുനിൽക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ എതിരായിട്ട് വോട്ട് ചെയ്തു എന്ന് വെച്ചോ, ചെയ്താൽ ചെയ്തതാ. അയാളുടെ MP സ്ഥാനം തെറിക്കും. അയാൾ പറഞ്ഞു ഞാൻ MP സ്ഥാനം പോട്ടെ എന്ന് വെച്ചു. ബട്ട് അയാൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഗുഡ് വില്ല് എത്രയായിരിക്കും? അയാളുടെ MP സ്ഥാനം അയാളുടെ പോയി. തെരഞ്ഞെടുപ്പ് നടത്തണം. ആ തെരഞ്ഞെടുപ്പിൽ അയാൾ ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും. അത് പ്രേമചന്ദ്രനാവാം, ആരെങ്കിലും ഒക്കെ ആകാം. അങ്ങനെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ തെറിച്ചു പോകുമല്ലോ എന്ന് ഭയന്നിട്ട് ഇവർ വോട്ടെടുപ്പിന് നിൽക്കില്ല. എല്ലാവരും കൂടെ ഇറങ്ങി പോകും. കാത്തിരിക്കല്ലേ എന്ത് സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.